എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു കുക്കിങ്ങിൻ്റെ വീഡിയോ ഇടുന്നത് ഞാൻ ഉണക്കിയ അയലയും പച്ച കപ്പയും കൂടിയുള്ള ഒരു രുചിയുള്ള ഒരു കറിയാണ്. ഇത് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം ബേക്കർ ജംഗ്ഷനിൽ പടിഞ്ഞാറേക്കര ഓഡിറ്റോറിയത്തിൻ്റെ 3-ാം നിലയിലായിരുന്നു ഞങ്ങൾക്ക് ബ്യൂട്ടീഷ്യൻ കോഴ്സിൻ്റെ ക്ലാസ്സും ഹോം സയൻസും പഠിപ്പിച്ചിരുന്നത്. അന്ന് പഠിപ്പിച്ച എൻ്റെ മെമ്മറിയിൽ കടന്ന ഒരു കുക്കിങ്ങാണ്. അതാണ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്ന് കൊണ്ടുവരുന്നത്. എല്ലാവരും നോക്കുക. ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. എന്നെ പഠിപ്പിച്ച മിസ്സ് ബെനി റെഡ്ഡി എന്ന് പറഞ്ഞ ഒരു മിസ്സായിരുന്നു. ഉണക്കയില വൃത്തിയാക്കി കഴുകി അത് മഞ്ഞൾപ്പൊടി, പച്ചമുളക് കീറിയത്, പിന്നെ കരിയാപ്പില ഇതൊക്കെ കൂടെ ഇട്ട് അടുപ്പിൽ വെച്ച് വേവിക്കുന്ന. കൊടംപുളിയും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. കൊടംപുളി, പച്ചമുളക്, കരിയാപ്പില, ഉണക്കമീൻ, പിന്നെ കപ്പ, നല്ല കപ്പ, ഈ കയ്പൊന്നുമില്ലാത്ത കപ്പ നന്നായിട്ട് പുഴുങ്ങി ഉടച്ചത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാനുള്ള ചേരുവ മല്ലി, മുളക്, മഞ്ഞൾപ്പൊടി. ഇത് മൂന്നും മാറ്റി വെച്ചിട്ട് ഇത് വെന്ത കപ്പ ഈ മീനിനകത്തോട്ട് ആ കപ്പ ഇട്ട് കുറച്ചുകൂടെ ഒന്ന് വേവിച്ച് വറ്റിക്കുക. കപ്പ നന്നായിട്ട് ഒന്ന് വെന്ത് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം. എന്നിട്ട് മല്ലി, മുളക് ഇത് രണ്ടും കൂടി ഒരു ചെറിയ മെറൂൺ കളറിൽ നമ്മൾ വറുത്തെടുക്കണം. വറുത്തെടുത്തതിൽ ചേർത്തിട്ട് കടുക് പൊട്ടിക്കണം. കടുക് പൊട്ടിക്കുന്ന ഉള്ളിയോടെ ഇട്ട് ചുമന്നുള്ളി, കരിയാപ്പിലയും കൂടെ ഇട്ട് കടുക് വറുത്ത് 2 പത്തൽമുളകും കൂടെ ഇതിനകത്തോട്ടിടണം. വറ്റൽമുളകിട്ട് അതുകൂടെ മൂത്ത് വരുമ്പം നമ്മൾ ആ കറി ആദ്യം എടുത്ത് വെച്ചിരിക്കുന്ന ഒന്ന് ഉടച്ച് ഈ അരപ്പങ്ങ് ചേർക്കണം. അരപ്പ് ചേർത്ത് കണക്കിന് വെള്ളം ഒഴിക്കണേ. ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പ് കൂടെ ഇടണം. ഉണക്കമീനായ കാരണം ഒത്തിരി ഉപ്പിടണ്ട. കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് ഒരു ചെറിയ തിള വരുമ്പം അത് വാങ്ങണം. ആ തിള വന്ന് കഴിയുമ്പം നമ്മൾ കടുക് താളിച്ചത് അതിലേക്കിടണം. അതൊരു നല്ലൊരു കറിയാണ്. ഇപ്പം മീനില്ലാത്ത അവസരത്തിൽ ഇത് കപ്പ വിത്ത് മീൻ കറിയായിട്ട് ചോറിനൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. ഒന്ന് വെച്ച് നോക്കുക, ടേസ്റ്റ് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്